എല്ലാവർക്കും. ഇന്ന് നമ്മൾ മഷ്റൂം റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അതിന് നമ്മൾക്ക് മഷ്റൂം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും പ്രാണികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കയറിയിരിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകത്തില്ലല്ലോ. അപ്പോൾ അതിന് എളുപ്പവഴിയെന്ന് വെച്ചാൽ നമുക്ക് മഷ്റൂം വെള്ളത്തിലിട്ടിട്ട് അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ നേരത്തേക്ക് വെക്കാം. അപ്പോഴത്തേക്ക് അതിൽ എന്തെങ്കിലും വിഷാംശമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോകും കേട്ടോ. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് അല്പനേരം ഒരു 30 മിനിറ്റ്സ് വെച്ചാൽ മതി കേട്ടോ. അതിനുശേഷം നമുക്ക് ഇത് നല്ലതായിട്ട് അരിഞ്ഞെടുക്കണം. മഷ്റൂംസ് വളരെ ഗുണകരമായ ഒന്നാണ്. അതിൻ്റെ ആ അടിഭാഗത്തെ ഒരു തണ്ട് പോലെ നിൽക്കുന്ന അത് നമ്മളിങ്ങനെ അടർത്തിയെടുത്തിട്ട് അതിൻ്റെ ഉൾഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കുറേ ഒന്നും നമുക്ക് ക്ലീൻ ചെയ്യാനൊന്നും ഇല്ല ഈ മഷ്റൂമിൻ്റെ അകത്ത്. മഷ്റൂം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്. പ്രത്യേകിച്ച് വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർക്ക്, നമ്മൾ പ്രോട്ടീൻ അങ്ങനെ ഒന്നും കഴിക്കുന്നില്ല അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ മഷ്റൂംസ് നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. പിന്നെ പെട്ടെന്ന് നമുക്ക് ഈ മഷ്റൂംസ് അരിഞ്ഞെടുക്കാനും അതേപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കാനും വളരെ എളുപ്പമുള്ള ഒന്നാണ്. ഇതിനുവേണ്ട ചേരുവകളെന്ന് പറയുമ്പോൾ സവോള, വേപ്പില, ഇഞ്ചി, വെളുത്തുള്ളിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു കുക്കിംഗ് പാൻ വെച്ചിട്ട് പാൻ ചൂടായതിന് ശേഷം നമ്മൾ കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അത് നിങ്ങളുടെ ഓപ്ഷനാണ് കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ നമ്മൾ കടുക് ഇട്ട് കൊടുക്കുന്നു. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം ഞാനിവിടെ സവോളയാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറു തീയിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. 2 സവോളയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ സവോളയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ മഷ്റൂം ഇവിടെ 250 ഗ്രാമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ അതിന് ശേഷം അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചാണ് ഇട്ടിരിക്കുന്നത്. അരിഞ്ഞ് ചേർക്കുന്നതും ചതച്ച് ചേർക്കുന്നതും മിക്സിയിൽ അടിച്ച് ചേർക്കുന്നതിനും വ്യത്യസ്തമായ ടേസ്റ്റുകളാണ് നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി തരുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ചതച്ചാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളുടെ സാധാ ടൊമാറ്റോ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിവിടെ നമ്മുടെ ചെറി ടൊമാറ്റോ ഇല്ലേ, വളരെ കുഞ്ഞു ടൊമാറ്റോകളാണിത്. ആ ടൊമാറ്റോ എന്ന് പറയുമ്പോഴത്തേക്കും ഈ കുഞ്ഞു ടൊമാറ്റോ ആണ് കണ്ടോ, നല്ല ക്യൂട്ടാണ് അതിനെ കാണാനാണേലും. പക്ഷേ ഗുണങ്ങൾ ഏറെ ഉള്ള ഒന്നാണ്. നമ്മളുടെ സാധാരണ ടൊമാറ്റോ ആഡ് ചെയ്താലും മതി. ഞാനിവിടെ 4 ചെറി ടൊമാറ്റോ ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. നമ്മളുടെ കൈവശമുള്ള ഒരു ടൊമാറ്റോ ആണെങ്കിൽ ആ ഒരു ടൊമാറ്റോ ആഡ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് മൂടി വയ്ക്കുക. ഇനി കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഒന്ന് അടുക്കി പിടിക്കത്തില്ലേ. അപ്പോൾ ഇതൊന്ന് നല്ല രീതിയിൽ, ഇപ്പോൾ കണ്ടോ ടൊമാറ്റോ ഒക്കെ നല്ല രീതിയിൽ ഉടഞ്ഞിട്ടുണ്ട്. ഇപ്പം നല്ലൊരു മണം വരും നമുക്ക്. ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും സവോളയുടെയും ടൊമാറ്റോയും എല്ലാം കൂടി മിക്സ് ആയതിൻ്റെ ഒരു നല്ല ഫ്ലേവർ വരും. പിന്നെ അതിലേക്ക് നമ്മൾ കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്തതായി ചേർക്കുന്നത് 2 ടേബിൾ സ്പൂണാണ് കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. അതപ്പം ഇതിന് നല്ല കളറും തരും, അതോടൊപ്പം തന്നെ എരിവ് കുറവായിരിക്കും. അപ്പോൾ നമുക്ക് അധികം എരിവ് ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ കാശ്മീരി മുളക് പൊടിയാണ് നല്ലത്. ഇനി എരിവിനായിട്ട് നമുക്ക് 1/4 ടീസ്പൂൺ ഒരു കുരുമുളക് പൊടി, ഫ്രഷ്ലി ഹോം മെയ്ഡ് കുരുമുളക് പൊടിച്ചെടുത്തതാണെങ്കിൽ അത്രയും നല്ലത്. ആ കുരുമുളക് പൊടി നന്നായിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഞാൻ ഹോം മെയ്ഡ് ആയിട്ടുള്ള ഗരം മസാലയാണ് ഇട്ടിരിക്കുന്നത്. ഹോം മെയ്ഡ് ആയിട്ടുള്ള ഗരം മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ഞാൻ ഇടാം. പിന്നെ അതിലേക്ക് അല്പം എണ്ണയും കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ
എണ്ണയിൽ കിടന്നിട്ട് വേണം ഇത് ഈ അരപ്പൊന്ന് നല്ല രീതിയിൽ മൊരിഞ്ഞു വരണം. എന്നാൽ കരിഞ്ഞു പോകാനും പാടില്ല. ഇത് കണ്ടില്ലേ, ഒരു റെഡിഷ് കളറിലേക്ക് ഇത് വരണം. അപ്പോഴാണ് ഇതിൻ്റെ ആ കറക്റ്റ് ടേസ്റ്റ് വരുന്നത്. നമ്മളുടെ മസാല എത്രമാത്രം ക്ലിയർ ആവണോ എന്നുവെച്ചാൽ പ്രോപ്പറായിട്ട് വരുന്നോ അതനുസരിച്ചായിരിക്കും കറികളുടെ ഫ്ലേവർ വരുന്നത്. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ കരിഞ്ഞു പോവും. പിന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ മഷ്റൂം ഇട്ട് കൊടുത്താൽ മതി. ഇട്ട് കൊടുത്ത് ഈ അരപ്പുകളെല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുക്കുക. ഈ മഷ്റൂമിൻ്റെ അകത്തേക്ക് മഷ്റൂം എന്ന് പറയുന്ന ഒരു വാട്ടർ കണ്ടൻറ്റ് കൂടുതലുള്ള ഒരു വെജിറ്റബിളാണ്. അപ്പോഴത്തേക്കും ഇതിൽ നിന്ന് വെള്ളം കുറേ പുറത്തേക്ക് ഇറങ്ങും. എന്നാലും കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. അല്പമേ വെള്ളമേ ചേർക്കാറുള്ളൂ. കണ്ടില്ലേ, ഇപ്പം കുറച്ച് അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൽ നിന്ന് മഷ്റൂമിൻ്റെ അകത്തുനിന്ന് അത് വെള്ളം പുറത്തേക്ക് വന്നു. ഇനി നമുക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോഴാണ് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നത്. ഇനി തുറന്ന് വെച്ചിട്ട് അല്പനേരം ഒന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും ഒന്ന് അടച്ച് വയ്ക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഇത് ഒന്ന് അടച്ച് വയ്ക്കണം. നമുക്കൊരു 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇത് സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കമൻറ്റും ഇടണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.